ഹായ് ഫ്രണ്ട്സ്, ചില ഫുഡുകളൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഭയങ്കര ടേസ്റ്റിയാണെന്ന്. അങ്ങനെ ഒരു ഫുഡാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇങ്ങനെ പൈനാപ്പിൾ അതിൽ ഇൻസ്റ്റയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി. വായിൽ വെക്കാൻ കൊള്ളില്ല, ആരും ട്രൈ ചെയ്യരുത്. കാരണം ഇത് അവർ അതിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ സമം മസാലകളൊക്കെ ചേർത്ത് തേനും വയമ്പും ഒക്കെ ചേർത്തുണ്ടാക്കിയതാണ് ഞാൻ. പക്ഷേ കൊള്ളത്തില്ല, ആരും ഉണ്ടാക്കി ചതിക്കും. ടൈമും വേസ്റ്റ്, ധനനഷ്ടം ഒക്കെ വരും. അതുകൊണ്ട് ആരും ഇത് അനുകരിക്കരുത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റിയാണ് എന്നൊക്കെ തോന്നും, കഴിക്കാനൊക്കെ തോന്നും. ചുമ്മാ എന്നിട്ടാ ചില ഫുഡുകൾ അങ്ങനെയാണ്. അപ്പോൾ കൃത്യമായി ടേസ്റ്റ് ഉണ്ടെന്നും ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലയെന്നും തുറന്നു പറയുന്ന എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഇത് കണ്ടില്ലേ, ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ. ഭാഗ്യത്തിന് ഞാൻ 3 ഉണ്ടാക്കി നോക്കിയുള്ളൂ. ഇവർ പറഞ്ഞ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പറയാനൊന്നും അറിയില്ല. അത് തിന്നാൻ പറ്റുന്നില്ല, നമുക്ക് വെറുത്തു പോണ്. ഇത് വെറുതെ മുളകും ഉപ്പും തേനും ഒഴിച്ച് വെറുതെ കഴിക്കാനാണെങ്കിൽ അടിപൊളിയായേനെ. ഇപ്പോൾ തേനും ഒഴിച്ചില്ലെങ്കിലും വെറുതെ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ കഴിക്കുമല്ല, അങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല മക്കളെ. ആരും ഇത് അനുകരിക്കേണ്ട, ഉണ്ടാക്കി നോക്കണ്ട, കഴിക്കണ്ട. നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. എല്ലാവരും അറിയട്ടെ ഇത് ടേസ്റ്റ് ഇല്ലാത്ത ഒരു ഫുഡാണ്, റെസിപ്പിയാണെന്ന് എല്ലാവരും അറിയട്ടെ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് വരാം ഞാൻ. ബൈ. കൂന്തൽ നിറച്ചത് 2 രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്നുള്ളത് ഞാൻ പറയാം. രണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ഇതുപോലെ തേനൊക്കെ ഒഴിച്ചാട്ടോ കഴിച്ചത്. കൊള്ളത്തില്ല മക്കളെ, കൊള്ളത്തില്ല, കഴിക്കല്ലേട്ടാ. ഓക്കേ, ഇത് കണ്ടില്ലേ, കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. അതിൽ കാണിച്ച് ഇതുപോലെയൊക്കെ കാണിച്ചു പോകും. അതുപോലെയൊക്കെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ.